കേരളം മാറി എഴുതിയ ചരിത്രം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആത്മവിശ്വാസത്തോടെ പ്രവചിച്ച 100 സീറ്റുകൾ എന്ന കടമ്പ കടന്ന് UDF കേരളത്തിൽ അശ്വമേധം തുടരുകയാണ്. വോട്ടെണ്ണലിന്റെ അവസാന ഘട്ടത്തിൽ വട്ടിയൂർക്കാവിൽ നിന്ന് കെ മുരളീധരൻ കൂടി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതോടെ ആ വിജയം പൂർണ്ണമായിരിക്കുന്നു. മുന്നണിയിലെ എല്ലാ ഉന്നത നേതാക്കളും റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ചു കയറിയ ഈ തെരഞ്ഞെടുപ്പ് ഫലം UDF ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു. ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ കൗതുകം മുസ്ലിം ലീഗിന്റെ CPM-ന്റെയും സീറ്റ് നിലയാണ്. 22 സീറ്റുകളിൽ ലീഗ് തങ്ങളുടെ കരുത്ത് തെളിയിച്ചപ്പോൾ ഭരണകക്ഷിയായ CPM വെറും 26 സീറ്റുകളിലേക്ക് ഒതുക്കുന്ന ദയനീയ കാഴ്ചയാണ് നാം കാണുന്നത്. വെറും 4 സീറ്റുകളുടെ വ്യത്യാസത്തിൽ CPM-നൊപ്പം ലീഗ് നിൽക്കുമ്പോൾ ഇത് കേവലം ഒരു ഭരണ മാറ്റമല്ല, മറിച്ച് കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു അധികാര പുനഃക്രമീകരണം കൂടിയാണെന്ന് വ്യക്തമാകുന്നു. LDF-ന്റെ പതനം പൂർണ്ണമാക്കിയത് അവരുടെ പ്രധാന ഘടകകക്ഷികൾക്കുണ്ടായ കനത്ത തിരിച്ചടിയാണ്. ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസിന് ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഇടത് ക്യാമ്പുകളെ ഞെട്ടിച്ചിരിക്കുകയാണ്. തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും കാലിടറിയതോടെ LDF അതിന്റെ സമ്പൂർണ്ണ പരാജയത്തിലേക്ക് വീണിരിക്കുന്നു. അഴിമതി ആരോപണങ്ങളും ഭരണവിരുദ്ധ വികാരവും വികസന മുരടിപ്പും ചേർന്ന ഇടതുമുന്നണിയെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് നയിച്ചിരിക്കുകയാണ്. 10 വർഷ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് UDF ചരിത്ര വിജയം ആഘോഷിക്കുമ്പോൾ കേരളം പുതിയൊരു ദിശയിലേക്ക് ചുവടുവെക്കുകയാണ്. സതീശന്റെ തന്ത്രങ്ങളും നേതാക്കളുടെ ഐക്യവും ജനങ്ങളുടെ മാറ്റത്തിനായുള്ള ആഗ്രഹവും ചേർന്നപ്പോൾ പിറന്നത് സമാനതകളില്ലാത്ത ഒരു വിധിയെഴുത്താണ്. 102 സീറ്റുകളുടെ തിളക്കമാർന്ന ഭൂരിപക്ഷത്തോടെ അധികാരമേൽക്കാൻ ഒരുങ്ങുന്ന UDF സർക്കാരിന് മുന്നിൽ ഇനി വലിയ ഉത്തരവാദിത്തങ്ങളാണുള്ളത്. പുതിയ കേരളത്തിനായി നമുക്ക് കാത്തിരിക്കാം.